ദേയീവർബും ദൈവവചനം. ദൈവാവിഷ്കാരത്തെക്കുറിച്ചുള്ള ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനമനുസരിച്ച് 2024 ഡിസംബർ 25 യേശുവിൻ്റെ ജനന തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് നാം എല്ലാവരും ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ഉയർന്നുവരുന്ന ചോദ്യം, എന്തിൻ്റെ ജൂബിലിയാണ് നാം ഈ വർഷം ആഘോഷിക്കുന്നത് എന്നായിരിക്കും. വചനം മാംസമായി ഭൂമിയിൽ അവതരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനന തിരുനാളിൻ്റെ ജൂബിലിയാണ് നാം ആഘോഷിക്കുവാൻ പോകുന്നത്. ഫ്രാൻസിസ് പാപ്പ ഈ വർഷത്തെ നോക്കിക്കാണുന്നത് പഠനവർഷം, പ്രാർത്ഥനാ വർഷം, തീർത്ഥാടന വർഷം എന്നിങ്ങനെയുള്ള 3 രീതിയിലാണ്. പഠനവർഷത്തിൻ്റെ ഭാഗമായി രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ അടിസ്ഥാന പ്രമാണരേഖയായ ദേയീവർബും അടിസ്ഥാനമാക്കിയുള്ള ചില കാര്യങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പ്രമാണരേഖ ദൈവവചനമെന്ന യാഥാർത്ഥ്യത്തിൻ്റെ പഠനമാണ്. ദേയീവർബും എന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ നിർദ്ദേശ പ്രമാണരേഖകളിൽ ഒന്നാണ്. 1965 നവംബർ 18 പോൾ ആറാമൻ പാപ്പ പ്രഖ്യാപിച്ച ഈ പ്രമാണത്തിൻ്റെ പ്രധാന ലക്ഷ്യം ദൈവവചനത്തിൻ്റെ പ്രാധാന്യം, ഉദ്ഭവം, വ്യാപ്തി, വിന്യാസം എന്നിവ സവിശേഷമായി വ്യാഖ്യാനിക്കുക എന്നതാണ്. ദൈവവചനം എന്നാണ് ദേയീവർബും എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം. എന്നാൽ ആധികാരികമായുള്ള മലയാള തർജിമ ദൈവാവിഷ്കാരം എന്നാണ്. ഈ ജൂബിലി വർഷത്തിൽ ദേയീവർബും എന്നതിൻ്റെ വെളിച്ചത്തിൽ നാം ധ്യാനിക്കാൻ പോകുന്നതും വചനം മാംസമായി അവതരിച്ച യേശുക്രിസ്തുവിനെ തന്നെയാണ്. 6 അധ്യായങ്ങളായി തിരിച്ച ഈ പ്രമാണരേഖയുടെ ആമുഖം ആരംഭിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം ഉദ്ധരിച്ചുകൊണ്ടാണ്. ദൈവം വചനത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇവിടെ നാം ധ്യാനിക്കുന്നത് ആദ്യം മുതലുണ്ടായ ക്രിസ്തുവാകുന്ന വചനത്തെക്കുറിച്ചാണ്. ത്രിയേക ദൈവത്തിലെ രണ്ടാമത്തെ വ്യക്തിയും അപ്പോസ്തലന്മാർ തങ്ങളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ചറിഞ്ഞതും മനുഷ്യാവതാരം ചെയ്ത വ്യക്തിയാകുന്ന വചനത്തെക്കുറിച്ചാണ്. 1-ാം അധ്യായത്തിൽ ദൈവാവിഷ്കരണം എന്നാൽ എന്ത് എന്ന ചോദ്യമാണ് വിശകലനം ചെയ്യുന്നത്. ദൈവാവിഷ്കരണം എന്നത് ദൈവം തന്നെ വെളിപ്പെടുത്തുക എന്നാണ് അർത്ഥമാക്കുന്നത്. റെവലേഷൻ എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് പദം. റെവലേഷൻ എന്ന പദം വരുന്നത് റെവലാരെ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം മൂടുപടം മാറ്റുക എന്നതാണ്. ദൈവം തൻ്റെ മൂടുപടം മാറ്റിക്കൊണ്ട് സ്വയമേ മനുഷ്യന് വെളിപ്പെടുത്തുന്നതിനെയാണ് വെളിപാട് അഥവാ റെവലേഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ദൈവം ഈ വെളിപ്പെടുത്തൽ സാധ്യമാക്കിയിരിക്കുന്നത്? വചനം തന്നെയാകുന്ന തൻ്റെ കൂട്ടായ്മയാകുന്ന സത്തയിൽ തുല്യനായ മിശിഹായെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ടാണ് ദൈവം മുൻകൈയെടുത്ത് സ്വയമേ തന്നെ വെളിപ്പെടുത്തിയത്. വെളിപാടിൻ്റെ 3 വശങ്ങൾ നമുക്ക് വേർതിരിച്ചറിയുവാൻ കഴിയും. ഒന്നാമതായി, വെളിപാട് ഒരു ഇടയ പ്രവർത്തനമാണ്. വെളിപാടിലൂടെയുള്ള ദൈവവചനം ലോകത്തിൻ്റെ ജീവനായി മാറുന്നു. രണ്ടാമതായി, വെളിപാട് ഒരു ക്രിസ്തുശാസ്ത്ര സംഭവമാണ്. ദൈവവചനം ക്രിസ്തുവിൻ്റെ ജീവിതം, മരണം, പുനരുദ്ധാനം എന്നിവയിലൂടെ സഭ അനുഭവിച്ചറിയുകയും വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായി, വെളിപാട് ഒരു രക്ഷാകരമായ സംഭവമാണ്. ദൈവവചനം രക്ഷയിലേക്കുള്ള ഒരു ആഹ്വാനമാണ്. ഈ വെളിപാടിനോടുള്ള മനുഷ്യൻ്റെ പ്രതികരണം വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നിലകൊള്ളുന്നത്. രണ്ടാമത്തെ അധ്യായത്തിൽ ദൈവിക വെളിപാട് എന്ന ഏക സ്രോതസ്സിൽ നിന്ന് പുറപ്പെടുന്ന 2 കൈവഴികളാണ് വിശുദ്ധ ലിഖിതവും വിശുദ്ധ പാരമ്പര്യവും എന്നാണ് വ്യക്തമാക്കുന്നത്. ഇവ തമ്മിൽ ചേർന്നാണ് ദൈവിക വെളിപാടിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. ദൈവിക വെളിപാടെന്ന ഏക ഉറവിടത്തിൽ നിന്ന് ഒരേ ലക്ഷ്യത്തിലേക്ക് പുറപ്പെടുന്ന 2 നീർച്ചാലുകളായി നമുക്ക് വിശുദ്ധ പാരമ്പര്യത്തെയും വിശുദ്ധ ഗ്രന്ഥത്തെയും കാണാം. ഇവ സഭയ്ക്ക് ബരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരേയൊരു ദൈവവചനത്തിൻ്റെ വിശുദ്ധ ഭണ്ഡാരമാണ്. ഈശോയുടെ രേഖപ്പെടുത്തിയ വചനമാകുന്ന സുവിശേഷം നിലനിൽക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലാണ്. തിരുലിഖിതങ്ങൾ ദൈവാരൂപിയുടെ നിവേശത്താൽ ആലേഖനം ചെയ്യപ്പെട്ടവയെന്ന നിലയ്ക്ക് ദൈവത്തിൻ്റെ വചനങ്ങളാണ്. എന്നാൽ ഈശോയുടെ പ്രവൃത്തിയാകുന്ന സുവിശേഷം നിലനിൽക്കുന്നത് സജീവമായ പാരമ്പര്യത്തിലാണ്. മിശിഹായിൽ നിന്ന് അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി സ്വീകരിച്ചതും പകർത്തിയതും കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നതും സഭ അന്നു മുതൽ ജീവിക്കുന്നതും പറയുന്നതുമായ സകലത്തിനെയും കൂട്ടിവിളിക്കുന്ന പേരാണ് വിശുദ്ധ പാരമ്പര്യം. ഈ പ്രമാണരേഖയിലെ 3-ാമത്തെ അധ്യായം പ്രതിപാദിക്കുന്നത് വിശുദ്ധ ലിഖിതങ്ങളുടെ ദൈവിക നിവേശന സ്വഭാവവും
അതിൻ്റെ വ്യാഖ്യാന രീതികളെക്കുറിച്ചുമാണ്. വിശുദ്ധ ലിഖിതങ്ങളുടെ ദൈവിക നിവേശന സ്വഭാവം എന്നാൽ എന്ത്? മനുഷ്യ ഗ്രന്ഥകാരന്മാരിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം വഴിയായി എഴുതപ്പെട്ട വിശുദ്ധ ഗ്രന്ഥത്തെ ദൈവീക നിവേശന സ്വഭാവം എന്ന് പറയപ്പെടുന്നു. മനുഷ്യൻ്റെ വാക്കുകളെ ദൈവവചനമാക്കി മാറ്റുന്നത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്താലാകുന്നു. തിരുവചനം ലിഖിത രൂപേണ ദൈവം നമ്മോട് സംസാരിക്കുന്നതാണ്. തിരുവചനത്തിൽ മനുഷ്യരൂപത്തിലൂടെ ദൈവം മനുഷ്യരുമായി സംഭാഷണം നടത്തുന്നു. അവയുടെ ഭൗതികമായ എഴുത്ത് മനുഷ്യ എഴുത്തുകാരിൽ നിന്ന് വന്നതാണെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ എഴുതപ്പെട്ടതാണ്. ദൈവ നിവേശനത്തെ 4 തിരിക്കാം. 1. ഗ്രന്ഥകർത്താവിലെ ദൈവനിവേശനം. 2. സമൂഹത്തിലെ ദൈവനിവേശനം. 3. ഗ്രന്ഥത്തിലെ ദൈവനിവേശനം. 4. വായനക്കാരിലെ ദൈവനിവേശനം. ഇതിലൂടെ തിരുവചനത്തിൻ്റെ പരമാധികാരം വ്യക്തമാക്കുന്നു. തിരുവചനത്തിൽ എന്തെഴുതിയാലും അതിനെ ദൈവവചനമായി സ്വീകരിക്കപ്പെടണം. ഇവയിൽ തിരുത്താനോ മാറ്റം വരുത്താനോ കഴിയില്ല. വിശ്വാസികൾ തിരുവചനം വായിക്കണം, പഠിക്കണം. ദൈവവചനത്തെ മനസ്സിലാക്കുവാനും വിശ്വാസ ജീവിതത്തിൽ അനുഭവിക്കുന്നതിനും വിശ്വാസികൾ എളിമയോടെ ദൈവവചനത്തെ സമീപിക്കണം. തിരുവചനത്തിൻ്റെ സുസ്ഥിരമായ വ്യാഖ്യാനം. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം മനുഷ്യരുടെ രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം എന്താണ് അവരുടെ വാക്കുകൾ വഴി വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചിരിക്കുന്നത് എന്ന് തിരുവചന വ്യാഖ്യാതാക്കൾ ശ്രദ്ധാപൂർവം പരിശോധിക്കണം. വിശുദ്ധ ഗ്രന്ഥകർത്താക്കളിലൂടെ ദൈവം പറയാൻ ആഗ്രഹിച്ചതിന് മറ്റു കാര്യങ്ങൾ കൂടെ കണക്കിലെടുക്കണം. അതിൽ പ്രധാനം സാഹിത്യരൂപമാണ്. അത് ചരിത്രപരമോ പ്രവചനപരമോ കവിതാപരമോ ഒക്കെയാവാം. വ്യത്യസ്ത രീതിയിലാണ് സത്യം അവതരിപ്പിക്കപ്പെടുന്നത്. വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിക്കുന്നതിന് മുൻപ് ഗ്രന്ഥകാരൻ ജീവിച്ചിരുന്ന സംസ്കാരവും കാലവും അക്കാലത്തെ മനുഷ്യരുടെ സാമൂഹിക പശ്ചാത്തലവും ജീവിത രീതികളും വ്യാഖ്യാതാവ് മനസ്സിലാക്കിയിരിക്കണം. വിശുദ്ധ ലിഖിതങ്ങൾ എഴുതപ്പെട്ട അതേ അരൂപിയിൽ തന്നെ വ്യാഖ്യാനിക്കണം. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മുഴുവൻ ഉള്ളടക്കവും സാർവത്രിക സഭയുടെ സജീവ പാരമ്പര്യവും വിശ്വാസത്തിൻ്റെ സാധ്യതയും കണക്കിലെടുത്ത് ശ്രദ്ധാപൂർവം പരിശോധിക്കണം. ഈ നിയമങ്ങൾക്കനുസരിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആശയം കൂടുതൽ ആഴത്തിൽ പഠിക്കുകയും സഭയുടെ തീരുമാനങ്ങൾ ദൃഢപ്പെടുത്താൻ അധ്വാനിക്കുകയും ചെയ്യുക വ്യാഖ്യാതാവിൻ്റെ ജോലിയാണ്. തിരുലിഖിതങ്ങൾ വ്യാഖ്യാനിക്കുവാനുള്ള ഈ കടമ സഭയുടെ വിധി തീർപ്പിന് ആത്യന്തികമായി വിധേയമാണ്. സഭയാണ് ഇവ വ്യാഖ്യാനിക്കാനും സംരക്ഷിക്കാനും ഉള്ള കടമയും കൽപ്പനയും ദൈവീകമായി നടപ്പിലാക്കുന്നത്. 4-ാമത്തെ അധ്യായത്തിൽ ഈ പ്രമാണരേഖ വിരൽ ചൂണ്ടുന്നത് പഴയ നിയമം എന്ന ഒരുക്കത്തിൻ്റെ പുസ്തകത്തിലേക്കാണ്. ഒരു സമൂഹത്തെ ദൈവം എങ്ങനെ വളർത്തി ഒരുക്കി എന്നതിനെക്കുറിച്ചാണ് പഴയ നിയമത്തിൽ പരാമർശിക്കുന്നത്. പഴയ നിയമം വരാനിരിക്കുന്ന പൂർണ്ണതയുടെ നിയമത്തിൻ്റെ നിഴലുകളടങ്ങിയിരിക്കുന്ന വിശിഷ്ട ഗ്രന്ഥമാണ്. പഴയ നിയമം പൂർത്തിയാകുന്നത് പുതിയ നിയമത്തിലാണ്. പഴയ നിയമം മുഴുവനും ഒരു പ്രാകൃത ജനത്തെ ദൈവം അല്പാൽപമായി ധാർമ്മിക മൂല്യങ്ങളിലേക്കും വെളിപാടിൻ്റെ പൂർണ്ണതയിലേക്കും വളർത്തിക്കൊണ്ടുവന്നു എന്ന് കാണിക്കുകയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ക്രൈസ്തവൻ്റെ ജീവിത നിയമം പുതിയ നിയമമാണ്. കാരണം അത് മിശിഹ തന്നെയാണ്. പഴയ നിയമം ഈശോയ്ക്ക് വഴിയൊരുക്കുവാനും പ്രവചനമായി അറിയിക്കുവാനും പ്രതിരൂപങ്ങളിലൂടെ രക്ഷാകര പദ്ധതി അറിയിക്കുവാനും വേണ്ടിയുള്ളതായിരുന്നു. 5-ാമത്തെ അധ്യായം പഠനവിഷയമാക്കുന്നത് ന്യൂ ടെസ്റ്റമെൻറ്റ് അഥവാ പുതിയ നിയമമാകുന്നു. പുതിയ നിയമം ദൈവത്തിൻ്റെ വെളിപ്പെടുത്തപ്പെട്ട വചനത്തിൻ്റെ പരകോടിയെ പ്രതിനിധീകരിക്കുകയും ദൈവീക രക്ഷയുടെ ശക്തി പ്രകടമാക്കുകയും ചെയ്യുന്നു. മനുഷ്യരാശിക്ക് കൃപയുടെയും സത്യത്തിൻ്റെയും പൂർണ്ണത നൽകുന്ന വചനം മനുഷ്യാവതാരത്തിൽ വേരൂന്നിയതാണ്. ക്രിസ്തുവിൻ്റെ ജീവിതം, മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, പരിശുദ്ധാത്മാവിനെ വർഷിക്കൽ എന്നിവ രക്ഷയുടെ അടിത്തറ ഉറപ്പിക്കുന്ന ദിവ്യരഹസ്യങ്ങളാണ്. നിത്യജീവൻ്റെ വചനത്താൽ എല്ലാവരെയും അവനിലേക്ക് ആകർഷിക്കുന്നു. പഴയ നിയമത്തിൽ മറഞ്ഞിരിക്കുന്ന ഈ രഹസ്യം പരിശുദ്ധാത്മാവിലൂടെ അപ്പോസ്തലന്മാർക്ക് വെളിപ്പെടുത്തി. സുവിശേഷം പ്രസംഗിക്കുവാനും വിശ്വാസം വളർത്താനും സഭയെ പടുത്തുയർത്താനും അവരെ പ്രാപ്തരാക്കുന്നു. പുതിയ നിയമത്തിലെ രചനകൾ ഈ സത്യങ്ങളുടെ ശാശ്വതമായ ദിവ്യ സാക്ഷിയായി വർത്തിക്കുന്നു. പുതിയ നിയമ തിരുവെഴുത്തുകളിൽ വചനം മാംസമെടുത്ത യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെയും പഠനങ്ങളുടെയും പ്രാഥമിക സാക്ഷ്യമായി സുവിശേഷങ്ങൾ പ്രത്യേകം സ്ഥാനം പിടിക്കുന്നു. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ 4 സുവിശേഷങ്ങളുടെ അപ്പോസ്തോലിക ഉദ്ഭവം സഭ എന്നേക്കുമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്.
ക്രിസ്തുവിൻ്റെ പദ്ധതിയോടുള്ള അനുസരണത്തിൽ അപ്പോസ്തലന്മാർ പ്രസംഗിച്ച അടിസ്ഥാന സത്യങ്ങൾ കൈമാറിക്കൊണ്ട് സുവിശേഷ ഗ്രന്ഥങ്ങൾ ദൈവിക പ്രേരണയിൽ രചിക്കപ്പെട്ടു. സുവിശേഷങ്ങൾ യേശുവിൻ്റെ പഠനങ്ങളുടെയും പ്രവൃത്തികളുടെയും സാരാംശം സംരക്ഷിക്കുകയും സ്വർഗാരോഹണം വരെ അവൻ ഭൂമിയിൽ നിർവഹിച്ച ദൗത്യത്തിൻ്റെ വിശ്വസ്തവും ചരിത്രപരവുമായ വിവരണം നൽകുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിനു ശേഷം അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിലൂടെ അവൻ്റെ പഠിപ്പിക്കലുകളെക്കുറിച്ചുള്ള ഗ്രാഹ്യം ആഴത്തിൽ മനസ്സിലാക്കുകയും അവൻ്റെ സന്ദേശം ഫലപ്രദമായി ആശയവിനിമയം നടത്താൻ ഒരുക്കപ്പെടുകയും ചെയ്തു. സുവിശേഷകന്മാർ യേശുവിൻ്റെ കൃത്യമായ ചിത്രീകരണം നടത്തിക്കൊണ്ട് തന്നെ തങ്ങളുടെ അനുവാചകരുടെ ആവശ്യങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനായി തിരഞ്ഞെടുക്കുകയും സമന്വയിപ്പിക്കുകയും സന്ദർഭോചിതമാക്കുകയും ചെയ്തു. ക്രിസ്തുവിനെയും അവൻ്റെ ദൗത്യത്തെയും കുറിച്ചുള്ള സത്യം വായനക്കാർക്ക് മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ അവർ വ്യക്തിപരമായ ഓർമ്മകൾ, അപ്പോസ്തോലിക സാക്ഷ്യം, ദൃക്സാക്ഷി വിവരണം എന്നിവ ഉപയോഗിച്ചു. സുവിശേഷങ്ങൾക്ക് പുറമെ പുതിയ നിയമത്തിൽ പൗലോസിൻ്റെ ലേഖനങ്ങളും മറ്റ് അപ്പോസ്തോലിക രചനകളും ഉൾപ്പെടുന്നു. ഇവയെല്ലാം തന്നെ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമാണ്. ഈ ഗ്രന്ഥങ്ങൾ ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളെ വിശദീകരിക്കുകയും അവൻ്റെ രക്ഷാകര സംഭവത്തെ സ്ഥിരീകരിക്കുകയും സഭയുടെ ഉദ്ഭവവും വളർച്ചയും വിവരിക്കുകയും ചെയ്യുന്നു. സഭയുടെ ആത്യന്തികമായ നിലനിൽപ്പിനെക്കുറിച്ചുള്ള പ്രവാചക ഉൾക്കാഴ്ചകളും അവർ വാഗ്ദാനം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ ഉടനീളം അവൻ വാഗ്ദാനം ചെയ്തതുപോലെ ക്രിസ്തു തൻ്റെ അപ്പോസ്തലന്മാരോടൊപ്പം ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് അവരെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിച്ചു. ചുരുക്കത്തിൽ ക്രിസ്തുവിൻ്റെ രക്ഷാകര ദൗത്യം, അവൻ്റെ പ്രബോധനങ്ങൾ, ആദിമസഭയുടെ വ്യാപനം എന്നീ കാര്യങ്ങളുടെ ദൈവീകവും ആധികാരികവുമായ രേഖയായി പുതിയ നിയമം നിലകൊള്ളുന്നു. യേശുവിൻ്റെ ജീവിതത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും പ്രധാന സാക്ഷ്യമെന്ന നിലയിൽ സുവിശേഷങ്ങൾ അതുല്യമായ പങ്ക് വഹിക്കുന്നു. അതേസമയം മറ്റ് ലേഖനങ്ങളും അവൻ്റെ സന്ദേശത്തിൻ്റെ സമ്പന്നതയെ കൂടുതൽ വെളിപ്പെടുത്തുന്നു. ഈ വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ഒന്നിച്ച് വിശ്വാസത്തിന് അടിസ്ഥാനം നൽകുന്നു. എല്ലാ തലമുറകളിലെയും വിശ്വാസികൾക്ക് യേശുക്രിസ്തുവിലൂടെ രക്ഷാകര ശക്തിയും സത്യവും സ്വീകരിക്കുവാൻ കഴിയുമെന്ന് ഉറപ്പാകുന്നു. 6-ാമത്തെ അധ്യായത്തിൽ ഈ പ്രമാണരേഖ സഭയുടെ ആത്മീയവും ഉപദേശപരവുമായ ജീവിതത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ സുപ്രധാന പങ്കിനെ ഊന്നിപ്പറയുന്നു. വിശ്വാസത്തിനും ദൈവശാസ്ത്രത്തിനും ക്രിസ്തീയ ജീവിതത്തിനും അടിസ്ഥാനമെന്ന നിലയിൽ അതിൻ്റെ പ്രാധാന്യം വിവരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തോടൊപ്പം പ്രത്യേകിച്ച് ആരാധനാക്രമങ്ങളിൽ സഭ വിശുദ്ധ ഗ്രന്ഥത്തെ ആരാധിക്കുന്നു. ദൈവത്താൽ പ്രചോദിതമായ തിരുവെഴുത്തുകൾ അവ ക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത വചനം വെളിപ്പെടുത്തുകയും ആത്മാവിന് പോഷണം നൽകുകയും ചെയ്യുന്നു. അത് ദൈവത്തെ നേരിട്ട് കണ്ടുമുട്ടാൻ വിശ്വാസികളെ അനുവദിക്കുന്ന സഭയുടെ പ്രബോധനത്തിൻ്റെ കേന്ദ്രവുമാണ്. തിരുവെഴുത്തുകൾ ആത്മീയ ശക്തിയുടെയും മാർഗനിർദ്ദേശത്തിൻ്റെയും ഉറവിടമായി പ്രവർത്തിക്കുന്നു. ഇത് ദൈവവചനത്തിൻ്റെ പരിവർത്തനപരവും സുസ്ഥിരവുമായ ശക്തിയെ വിവരിക്കുന്നു. എല്ലാ ക്രിസ്തു വിശ്വാസികൾക്കും തിരുവെഴുത്ത് പ്രാപ്യമാകുന്നതിന് സഭ മുൻഗണന നൽകുന്നു. ആദ്യകാല സഭ മുതൽ സെപ്ത്വജിന്ത് വുൾഗാത്തയുടെ വിവർത്തനം വരെ ഇതിന് ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ആധുനിക വിവർത്തനങ്ങൾ സഭയുടെ അധികാരത്തിൻ്റെ കീഴിലും പലപ്പോഴും മറ്റ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളുമായി സഹകരിച്ച് സൃഷ്ടിക്കപ്പെടുകയും കൃത്യതയും വ്യക്തതയും ഉറപ്പാക്കാൻ ലക്ഷ്യമിടുകയും ചെയ്യുന്നു. ഭാഷാപരവും സാംസ്കാരികപരവുമായ അതിരുകൾക്കപ്പുറത്തുള്ള വിശ്വാസികളെ ദൈവവചനവുമായി ഇടപഴകാൻ ഇത്തരം ശ്രമങ്ങൾ പ്രാപ്തരാക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവാണ് സഭ അന്വേഷിക്കുന്നത്. ദൈവശാസ്ത്ര പണ്ഡിതന്മാരെയും വ്യാഖ്യാതാക്കളെയും ശുശ്രൂഷകരെയും അതിൻ്റെ ആഴങ്ങൾ പര്യവേഷണം ചെയ്യുവാൻ സഭ പ്രോത്സാഹിപ്പിക്കുന്നു. സഭയുടെ പ്രബോധനാധികാരത്താൽ നയിക്കപ്പെടുന്ന ഈ പണ്ഡിതോചിതമായ പ്രവൃത്തി ആരാധനാക്രമം, മതബോധനം, വ്യക്തിപരമായ വിശ്വാസം എന്നിവയെ സമ്പന്നമാക്കുന്നു. ഉൾക്കാഴ്ചകൾ നൽകിക്കൊണ്ട് വിശ്വാസികളെ പിന്തുണയ്ക്കുന്നു. വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ദൈവത്തോടുള്ള സ്നേഹം ജ്വലിപ്പിക്കുവാനും വ്യത്യസ്ത ക്രിസ്ത്യൻ സമൂഹങ്ങൾക്കിടയിൽ ഐക്യം വളർത്തുവാനുമാണ് ഈ ശ്രമം. വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവും കത്തോലിക്ക ദൈവശാസ്ത്രത്തിൻ്റെ അടിത്തറയാണ്. ഇത് ദൈവശാസ്ത്ര അന്വേഷണത്തെ ശക്തിപ്പെടുത്തുകയും അജപാലന ശുശ്രൂഷയ്ക്കും മതബോധനത്തിനും മറ്റ് ക്രൈസ്തവ പ്രബോധനങ്ങൾക്കും അടിസ്ഥാനം നൽകുകയും ചെയ്യുന്നു. പുരോഹിതന്മാരും മതനേതാക്കളും ഉത്സാഹത്തോടെയുള്ള പഠനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും തിരുവെഴുത്തുകളിൽ പ്രബോധിതരാകാൻ വിളിക്കപ്പെടുന്നു. ആധികാരികതയോട് തീക്ഷ്ണതയോടുകൂടി തിരുവചനം പങ്കുവെക്കുന്ന അവർ ഫലപ്രദമായി അത് നിർവഹിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു. വിശ്വാസികൾ, പ്രത്യേകിച്ച് പുരോഹിതന്മാരും മതനേതാക്കളും ക്രിസ്തുവിനെക്കുറിച്ചുള്ള അവരുടെ അറിവ് ആഴപ്പെടുത്തുന്നതിന് പതിവായി വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ സന്നദ്ധരാകണം.
കാരണം വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെക്കുറിച്ചുള്ള അജ്ഞതയായി കാണുന്നു. ദൈവവചനവുമായി ഇടപഴകുവാനുള്ള വഴികളായി ഭക്തിനിർഭരമായ വായന, പ്രാർത്ഥനാപൂർവമായ മനനം, ആരാധനാക്രമ ആഘോഷങ്ങളിൽ സജീവമായ പങ്കെടുക്കൽ എന്നിവ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. ദൈവവും വിശ്വാസിയും തമ്മിലുള്ള സംഭാഷണം തിരുലിഖിതം പ്രോത്സാഹിപ്പിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥ വായനയ്ക്കൊപ്പം പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം. തിരുവെഴുത്തുകളുടെ, പ്രത്യേകിച്ച് സുവിശേഷങ്ങളുടെ ശരിയായ ഉപയോഗത്തിൽ വിശ്വാസികളെ നയിക്കുവാൻ മെത്രാന്മാർക്ക് ചുമതലയുണ്ട്. വിശദീകരണ കുറിപ്പുകളുള്ള, എല്ലാവർക്കും സമീപിക്കുകയും ചെയ്യാവുന്ന വിവർത്തനങ്ങൾ ക്രിസ്ത്യാനികളെയും ക്രിസ്ത്യാനികളല്ലാത്തവരെയും തിരുവെഴുത്തുകളുടെ സന്ദേശം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ദൈവവചനം വ്യാപകമായി പ്രചരിക്കാനും വ്യക്തികളിലും സമൂഹങ്ങളിലും അതിൻ്റെ സ്വാധീനം ആഴത്തിലാക്കുവാനും ഈ ശ്രമങ്ങൾ ലക്ഷ്യമിടുന്നു. തിരുവെഴുത്തുകളുടെ പരിവർത്തന സാധ്യതകൾ എടുത്തു കാണിച്ചുകൊണ്ടാണ് ഈ പ്രമാണരേഖ അവസാനിക്കുന്നത്. വിശുദ്ധ കുർബാന സഭയെ ശക്തിപ്പെടുത്തുന്നത് പോലെ തിരുവെഴുത്തുകളോടുള്ള വർദ്ധിച്ചുവരുന്ന ഭക്തി ആത്മീയ ജീവിതത്തിൻ്റെ നവീകരണത്തിന് പ്രചോദനമാകും. ദൈവവചനം ശാശ്വതവും മാറ്റമില്ലാത്തതും വിശ്വാസത്തിൻ്റെ മൂലക്കല്ലായും നിലനിൽക്കുന്നു. എല്ലാവർക്കും പ്രത്യാശയുടെയും മാർഗനിർദ്ദേശത്തിൻ്റെയും ഉറവിടമായി നിലകൊള്ളുകയും ചെയ്യുന്നു. ദൈവവർബും ദൈവവചനത്തെ സഭയുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ കൊണ്ടുവരികയും ദൈവവചനത്തിൻ്റെ ആത്മീയ മൂല്യം ജനങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇതിലൂടെ വിശ്വാസികളുടെ സമൂഹം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ കൂടുതൽ വളരുവാൻ പ്രാപ്തരാകും. ഈ ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന നാം ഓരോരുത്തരെയും ദൈവവർബും എന്ന പ്രമാണരേഖയുടെ പഠനം നയിക്കുന്നത് വചനത്തിൻ്റെ സമഗ്രതയിലേക്കാണ്. മിശിഹായ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ പഴയ നിയമവും മിശിഹ തന്നെയായിരിക്കുന്ന സുവിശേഷവും മിശിഹായുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന അപ്പോസ്തോലിക പ്രവർത്തനങ്ങളും സുവിശേഷത്തിൻ്റെ വ്യാഖ്യാനങ്ങളാകുന്ന ലേഖനങ്ങളും അതിൻ്റെ പരിസമാപ്തിയാകുന്ന വെളിപാടും കൂടിച്ചേരുമ്പോൾ വചനം സമഗ്രവും സമ്പൂർണവുമാകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ജൂബിലി വർഷം സമാഗതമാകുമ്പോൾ വചന കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ജീവിക്കുന്ന വചനമാകുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ പാതയിൽ വെളിച്ചവും പാദങ്ങൾക്ക് വിളക്കുമാകട്ടെ.